നിങ്ങളെ വീട്ടില് സന്ധ്യാസമയത്ത് ഏത് സമയത്താണ് കുട്ടികൾ പഠിക്കാനിരിക്കാറുള്ളത്? അതായത് ഒരു 7 മണി 8 മണിന്റെ ഇടയിലായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ആ കുട്ടിയുടെ മാതാവ് അല്ലെങ്കിൽ വീട്ടുകാർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ 2ാം ക്ലാസ്സിലും 3ലും 5ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഒരു മാതാവ് പഠിപ്പിക്കാനിരുന്നാൽ എന്തായിരിക്കും പലപ്പോഴും ഉണ്ടാവുക? നല്ല ദേഷ്യപ്പെടുന്ന കാണാം, ഷൗട്ട് ചെയ്യുന്ന കാണാം. എന്താടാ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ഇപ്പോഴല്ലേ എ എഴുതി തന്നത്, അപ്പോഴേക്ക് എ പോയോ? അതെന്താ കംപ്ലീറ്റ് മിസ്റ്റേക്ക് കാണുന്നത്? തുടങ്ങിയിട്ടുള്ള ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് ദേഷ്യപ്പെടുപ്പിച്ച് പഠിപ്പിണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും ചെവി പിടിക്കുന്നത്, വായിക്കുന്ന സമയത്ത് ബബ്ബ പറയുണ്ടാവും. ഇന്നലെ ഇങ്ങനെയൊക്കെ വായിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ്, ഇന്നലെ നല്ലോണം വായിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യും. യഥാർത്ഥത്തില് ഈ മാതാവിന് അറിയില്ല ഈ കുട്ടിക്ക് ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ട് എന്നത്, അഥവാ പഠനത്തിലെ ഒരു പ്രയാസം കുട്ടി അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിയില്ല. ഇത് അറിയാത്തത് കൊണ്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, ഷൗട്ട് ചെയ്തിട്ട് ഇതാക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ആ കുട്ടിയുടെ മനസ്സിനെയും ബുദ്ധിയെയും പഠനത്തൊക്കെ ബേക്കോട്ടാക്കും. എന്താണ് ആ മാതാവ് ചെയ്യേണ്ടത്? ഒന്ന് ശാന്തമാവുക. ഇന്നൊന്ന് ശാന്തമായി എന്നിട്ട് ആ കുട്ടിയെ ജസ്റ്റ് ഒന്ന് വായിപ്പിക്കാൻ നോക്കുക. ആ കുട്ടി വായിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് എഴുതുന്നവരുടെ അവൻ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുന്നില്ലെങ്കിൽ അതിനർത്ഥം അവൻ 4ലോ 5ലോ 8ലോ 10ലോ പോയിക്കോട്ടെ, ആ കുട്ടിയുടെ ലേണിംഗ് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. പഠനത്തിന്റെ അഥവാ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെങ്കിൽ അതിന് മുമ്പുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ട് അവനെ നെഞ്ചോട് ചേർക്കുക. എന്നിട്ട് അവന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് മോന്റെ പ്രയാസം എന്താണ്, ഞാനത് പരിഹരിക്കാം എന്ന് പറയുമ്പോൾ അവൻ സന്തോഷം കൊണ്ട് കണ്ണുനീര് ഒഴുക്കുന്നതാണ്. കാരണം എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഉമ്മാക്ക് അല്ലെ അമ്മക്ക് ആയല്ലോ എന്നൊരു സന്തോഷം. എന്നിട്ട് എന്താണ് അങ്ങനെ പ്രോബ്ലം എന്നുള്ളത് തിരിച്ചറിയണം. ഒരു ഡാമേജ് ആയിട്ട് ഒരു വണ്ടിക്ക് തകരാറുണ്ടെങ്കിൽ ആ തകരാറ് എന്തെന്നുള്ളൊരു മെക്കാനിക്കിനല്ലേ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ എന്തെങ്കിലും പ്രോബ്ലം, ലേണിംഗിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ, ഇന്റർവെൻഷൻ കൊടുക്കാൻ മനസ്സിലാക്കണം. അപ്പൊ ലേണിംഗിൽ ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും. അതെത്തുന്നതിന് പകരം എന്തിനാണ് ഒരു നല്ലൊരു മേഖലയിൽ ജീനിയസ് ആവേണ്ട കുട്ടിയെ ഇത്രയും ഷൗട്ട് ചെയ്തിട്ട് ഇല്ലാതാക്കുന്നത്? എന്തിനാണ്? നിങ്ങളുടെ കുഞ്ഞാണ്, ഓർക്കുന്നത് നല്ലതാണ്.